വെൽക്കം ബാക്ക് ടു കെ റിവ്യൂ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് വന്നിരിക്കുന്നത് ദാവീദ് എന്ന സിനിമ കാണാൻ വന്നിരിക്കണം. ജി സിനിമാസിൽ സ്ക്രീൻ 1 2 മണിക്കത്തെ ഷോനാണ്. വൈകുന്നേരം അഭിപ്രായം വരുന്നതായിരിക്കും. അതുവരേക്കും വെയിറ്റ്. അങ്ങനെ ദാവീദ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. എങ്ങനെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 2 തരം കാര്യം പറയാണ്. ഒന്ന്, ഇത് തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പടം. നല്ല കിടിലം മൂഡ് നല്ല കിടിലം മൂഡ് തോന്നിപ്പിക്കുന്ന നല്ല ഇടി പടം എന്ന് പറയാം. കാരണം രണ്ടാമെന്ന് പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു സ്പോർട്സ് പടം ആയിട്ട് പ്രതീക്ഷിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ പടം നന്നായി വർക്കാവും. കാരണം ഇതിൽ ഫുൾ ഇടി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിൽ ആക്ഷൻ സീക്വൻസ് അവർ കറക്റ്റ് രീതിയിലത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ആക്ഷൻ സീക്വൻസ് അതുപോലെ ഫാമിലി ഡ്രാമ, ഇത്തിരി സെൻറ്റിമെൻറ്റ്സും അങ്ങനെ കുറച്ചൊക്കെ ഈ എലമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എനിക്കങ്ങനെ തോന്നി. ഇത് നല്ലൊരു ഒരു കിടിലം ഫസ്റ്റ് ഹാഫ് എന്ന് പറയാം. ഇൻ്റർവൽ ആകുമ്പോൾ സിനിമ വേറെ റേഞ്ചിലേക്ക് മാറി. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് ഒരു ലാഗ് എനിക്കൊരു ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് കുറച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത്തിരി ലാഗ് എനിക്ക് തോന്നി മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പറയാനായിട്ട് പ്രശ്നമൊന്നുമില്ല. ക്ലൈമാക്സ് അത്യാവശ്യം നല്ലതായിരുന്നു. എങ്കിലും പഞ്ച് കുറച്ചുകൂടി ലെവലാക്കാൻ, എന്ന് വെച്ചാൽ പഞ്ച് കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്ക് നല്ലൊരു മൂഡ് തോന്നിപ്പിക്കും. ക്ലൈമാക്സിലെ ഫൈറ്റ് അത്യാവശ്യം നല്ലൊരു മൂഡൊക്കെ തോന്നിപ്പിക്കും. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇപ്പം ഈ പെപ്പയുടെ മുന്നത്തെ സിനിമയിലെ കൊണ്ടല്ലെന്ന് തോന്നുന്ന പടം, അതിൽ നമുക്കൊക്കെ തോന്നിയ ചില നിർവികാരത ഇതിൽ കാണുമ്പോൾ നമുക്കതൊന്നും തീർന്നു കിട്ടും പെപ്പയുടെ കാര്യത്തിൽ. കാരണം അത് എന്ന് വെച്ചാൽ കൊണ്ടലിൽ പെപ്പ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഒരു പഞ്ച് തോന്നിപ്പിക്കുന്ന ഒരു ഹീറോയിസാണ് പെപ്പയുടെ ഇതിനകത്തുള്ളത്. ആ സ്വാഗും പുള്ളിക്ക് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ പെർഫോമൻസ്. പുള്ളി കഴിഞ്ഞാൽ പിന്നെ വിജയരാഘവൻ സാറ്, പുള്ളി ആശാനെന്ന ആ ക്യാരക്ടറിൽ ചുമ്മാ അഴിഞ്ഞാടി, ഒന്നും പറയാനില്ല. ആകെ കുറച്ച് സീക്വൻസിലൊക്കെ പുള്ളിക്കണ്ടല്ലോ അങ്ങ് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. അത്ര നൈസായിരുന്നു. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് അഭിനയിച്ച പുള്ളിയുടെ പേരെന്ത്, മോ ഇസ്മയിൽ അതാണ്. നിങ്ങൾക്ക് പേരായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഈ സിനിമയിൽ പെപ്പയുടെ ഫൈറ്റ് ചെയ്യുന്ന വില്ലൻ, പെപ്പയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന വില്ലനാണ് അദ്ദേഹം എന്ന വില്ലൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എല്ലാവരും ഒരു റോള് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും BGM ഒക്കെ വളരെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയുടെ ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു, ഒരു പുതുമുഖ സംവിധായകനായ അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാനം മികച്ചതാക്കിയെന്ന് എടുത്ത് പറയാം. പിന്നെ നല്ല കിഡിലെ മേക്കിങ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്രിപ്റ്റ് ആണെങ്കിലും അങ്ങനെ തോന്നിപ്പിക്കാത്ത ലെവലിൽ കിഡിലെ മേക്കിങ്ങും നല്ല ടെക്നിക്കൽ സൈഡും എല്ലാം കൊണ്ടും ദാവീദ് എന്ന സിനിമ നല്ല കിഡിലെ മൂഡോട് തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. ഇത് തിയേറ്ററിൽ മിസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം തിയേറ്ററിൽ മിസ് ചെയ്യരുത് ഈ പടം. ഇതൊക്കെ വല്ല ഫോണിൽ കണ്ടിട്ടൊക്കെ ഒരു കാര്യമില്ല. ഇതൊക്കെ തിയേറ്ററിൽ കാണണം. നല്ല ആംബിയൻസുള്ള തിയേറ്ററിൽ കാണുമ്പോൾ നല്ല പഞ്ച് നിന്ന് നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല ഇടിക്കണമെന്നൊരു മൂഡ് തോന്നിക്കുക. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഈ സിനിമ. ചില സീൻസിലൊക്കെ കാണുമ്പോൾ നല്ല പഞ്ചോടെ പെപ്പ, അത് പുള്ളിയൊന്നും പറയാനില്ല. ചുരുക്കി ഹീസ് ബാക്ക്. കൊണ്ടലെന്ന സിനിമയിൽ നമുക്ക് തോന്നിപ്പോയ പല വീഴ്ചകൾ ഇതിൽ നിന്ന് പെപ്പ അങ്ങ് മാറ്റിയെടുത്തു എന്ന് തന്നെ ഞാൻ എടുത്ത് പറയും. കാരണം അങ്ങനത്തെ ലെവലായിരുന്നു. എനിക്ക് മൊത്തത്തിൽ തന്നെ ദാവീദ് എന്ന സിനിമ തിയേറ്ററിൽ തന്നെ മസ്റ്റായി കാണേണ്ടതാണ്. നിങ്ങൾക്ക് നല്ല കിൻഡലിടി കാണണമെങ്കിൽ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോളൂ. അത്രേ ഉള്ളൂ. ദാവീദ് എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/4. പിന്നെ സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ഇന്നലെ ബ്രൊമാൻസ് എന്ന സിനിമ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച ഇറങ്ങിയ 3 സിനിമയിൽ ഒരു സിനിമ നിരാശപ്പെടുത്തിയെന്ന് കേട്ടു. ഞാൻ കണ്ടിട്ടില്ല, കാണാനും പോകുന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള 2 സിനിമ, ബ്രൊമാൻസും ദാവീദും, അത് 2 വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ. ബ്രൊമാൻസ് മസ്റ്റ് നിങ്ങൾ ചിരിച്ചിരുന്ന് കാണും. അതുപോലെ ദാവീദ്
നല്ലൊരു കിഡിലെ മൂഡോടെ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടാണെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരെയും